വെയിറ്റ് ലോസ് ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ. ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ടോട്ടലി നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഒരു 90% അല്ലെങ്കിൽ 80% ആൾക്കാർ വെയിറ്റ് ലോസ് പ്രോഗ്രാമാണ് ചെയ്യണത്. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ബാക്കി എല്ലാ സ്ഥലത്തും വളരെ പെർഫെക്റ്റ് ആണ്, കറക്റ്റായിട്ട് കോച്ച് പറയുന്ന പോലെ കേൾക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം, കേരളത്തിൽ മാത്രം എങ്ങനെയാണോ ഇതിന് ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുക എന്നുള്ള ചിന്താഗതി മിക്ക ആളുകൾക്കും. അതിപ്പോ എന്ത് നല്ലത് കൊണ്ടെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് രാവിലെ ന്യൂട്രീഷൻ, ഉച്ചയ്ക്ക് നോർമൽ ഫുഡ്, വൈകിട്ട് ന്യൂട്രീഷൻ. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിശക്കുവാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ, നിങ്ങളുടെ ബോഡി കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങളുടെ കോച്ച് പറഞ്ഞ രീതി തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പൊ രാവിലത്തെ ന്യൂട്രീഷൻ ആൾക്കാർ ഒരു ക്വാണ്ടിറ്റി പറയുന്നുണ്ട്. ആ ക്വാണ്ടിറ്റിയിൽ ഒരു 80% ആൾക്കാരെ പ്രൊഡക്റ്റ് എടുക്കത്തുള്ളൂ. കാര്യം എന്താ? ഒരു കോച്ചിന് കൃത്യമായിട്ട് അറിയാം ഒരു F1 എത്ര ആളത്തേക്കുണ്ട്, ഒരു പ്രോട്ടീൻ എത്ര ആളത്തേക്കുണ്ട്, ഒരു ഷേക്ക് മെറ്റ് എത്ര ആളത്തേക്കുണ്ട്, ഒരു എഫ് എത്ര ആളത്തേക്കുണ്ട്. സാധാരണ പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം ആ ഒരു ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് തന്നിട്ടില്ല. അപ്പൊ കണക്ക് നോക്കുമ്പോൾ എന്താണ്? ഇതിൻ്റെ അകത്ത് അഴിമതി കാണിക്കും. അഴിമതി കാണിക്കുമ്പോൾ റിസൾട്ട് പറയും. റിസൾട്ട് പറഞ്ഞാലും ഇവർക്ക് പരാതികളായിരിക്കും. ലാസ്റ്റ് ഇവരെന്ത് പറയും? ഞാൻ പ്രൊഡക്റ്റ് കുറച്ച് വാങ്ങി കഴിച്ചു, എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് പറയും. കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നമ്മൾ ആ പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, ആ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ക്വാണ്ടിറ്റി ആണ് ആ പ്രോട്ടീൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എത്രയാണ് നിങ്ങളുടെ കോച്ച് പറയുന്ന ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയിൽ മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുക, കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഇനി രാവിലെ കഴിക്കുന്ന ന്യൂട്രീഷനിൽ ക്വാണ്ടിറ്റി കുറയ്ക്കും, സമാധാനം ഉണ്ടെന്ന് വെക്കാം. രാത്രി നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ അത് ഡിന്നർ ഷേക്ക് എടുക്കാൻ പറയും. അവിടെ ഷേക്കേ എടുക്കത്തില്ല. അവിടെ എന്ത് ചെയ്യും? ചപ്പാത്തിക്കും അപ്പത്തിനും പുറകെ പോകും. അവിടെ എന്താണ്? രണ്ട് ഷേക്ക് കഴിച്ചിട്ട് വില കൂടുതലാണ്. അപ്പോൾ അവിടെ കുറച്ചിട്ട് എന്ത് ചെയ്യും? വൈകുന്നേരത്തെ ഷേക്ക് അവിടെ കട്ട് ചെയ്യും. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്താണ്? കാലറി കുറഞ്ഞാൽ പോരെ, വെയിറ്റ് കുറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് തുടക്കത്തിൽ വെയിറ്റ് കുറയും. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം വെയിറ്റ് ലോസ് മാത്രമല്ല, ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യണത്. നമ്മുടെ ശരീരത്തിന് വെയിറ്റ് കുറയണം, ഫാറ്റ് കുറയണം, BMI കുറയണം. ഈ മൂന്ന് കാര്യങ്ങൾ കുറയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കാലറി മാനേജ്മെന്റ് ആവണം, വർക്കൗട്ട് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഡയറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ടൈം ഷേക്ക് എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് ചെയ്യാനുള്ള വ്യക്തിയാണെങ്കിൽ 2 ടൈം ഷേക്ക് വെരി വെരി മസ്റ്റ് ആണ്. വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള വ്യക്തിയാണെങ്കിൽ 3 ടൈം ഷേക്ക് മസ്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് വെയിറ്റ് മെയിൻറ്റെയിനിങ് ആണെങ്കിൽ 1 ടൈം ഷേക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് കോച്ച് പറഞ്ഞ രീതിക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കത്തില്ല. തുടക്കത്തിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയും. ഇപ്പൊ തുടക്കത്തിൽ നിങ്ങൾ 1 ടൈം ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാലും വൈകിട്ട് ന്യൂട്രീഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് 2, 3, 4 കിലോ വെയിറ്റ് കുറയും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വെയിറ്റ് കുറയണമെങ്കിൽ നിങ്ങൾ 2 ടൈം ന്യൂട്രീഷനിലോട്ട് തന്നെ പോകണം. അതുപോലെ തന്നെ ഒരു 1 മന്ത് ബേസിക് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അഡ്വാൻസിലോട്ട് വരണം. അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യും സെല്ലോസ്, മൾട്ടിവൈറ്റമിൻസ്, എൽ ആക്ടിവേറ്റർ, അങ്ങനെ ഒരുപാട് അഡ്വാൻസ് ഉണ്ട്, ഫൈബർ, ഇതിലൂടെ അഡ്വാൻസുകളുണ്ട്. അഡ്വാൻസ് ന്യൂട്രീഷൻ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ടൈം ഷേക്ക് എടുക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണോ ക്വാണ്ടിറ്റി പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ആ ക്വാണ്ടിറ്റി എടുക്കുക. ഇനി നിങ്ങളുടെ നൈറ്റ് ഷേക്ക് നിങ്ങളുടെ കോച്ച് എന്തെങ്കിലും വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എടുക്കുക. അത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും റിസൾട്ടും നോക്കിയതിന് ശേഷം പേഴ്സണലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് എടുക്കുക. രാവിലെ വെരി വെരി മസ്റ്റ് എത്രയാണ് ക്വാണ്ടിറ്റി പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെ എടുക്കുന്ന ന്യൂട്രീഷനിൽ ചൂട് തട്ടാൻ പാടുള്ള നോർമൽ വാട്ടറിൽ എടുക്കുക, അല്ലെ തണുത്ത വെള്ളത്തിൽ എടുക്കുക. ഓക്കെ. ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് പ്രോപ്പർ ഫാറ്റ് ലോസ്, BMI ലോസ്, വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടെ കിട്ടിയാൽ മാത്രമാണ് ന്യൂട്രീഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ആയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് അഴിമതികളില്ലാതെ കോച്ച് പറയുന്ന രീതിക്ക് കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഫാസ്റ്റായിട്ട് റിസൾട്ട് എടുക്കുക, ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.